ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ഭയാനകമായ പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ CPMൻ്റെ CPIയുടെ ഒക്കെ വിവിധ കമ്മിറ്റികൾ കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതാണ് അവരുടെ മുമ്പിലുള്ള വലിയ ദാർശനിക പ്രശ്നം. എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. ആളുകൾ വോട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ ചെയ്ത വോട്ട് കുറഞ്ഞു പോയി. കഴിഞ്ഞ തവണ LDFന് ചെയ്ത ആളുകൾ ഇത്തവണ UDFന് വോട്ട് ചെയ്തു, അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്തു. BJPക്ക് കിട്ടിയ അത്ര വോട്ട്, അല്ലെങ്കിൽ UDFന് കിട്ടിയ അത്ര വോട്ട് CPM സ്ഥാനാർത്ഥികൾക്ക് CPI സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തോറ്റു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് അരിത്തമെറ്റിക്കലായിട്ടുള്ള ഒരു പരിഹാരം മാത്രമേ ആവുന്നുള്ളൂ. എന്തുകൊണ്ട് വോട്ട് LDFൽ നിന്ന് UDFലേക്കോ അല്ലെങ്കിൽ BJPയിലേക്കോ പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. LDFനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ 17 മണ്ഡലങ്ങളിൽ അവർ UDFൻ്റെ പുറകിലായി, 2 മണ്ഡലങ്ങളിൽ BJPയുടെ പുറകിലായി. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും പഠിക്കപ്പെടേണ്ടതായ വിഷയം. അത് പഠിക്കാനായിട്ട് അത്രയധികം ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമല്ല. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ LDFന് വലിയ പരാജയം ഉണ്ടാവും. അതിൻ്റെ തോത് എത്രയാണെന്നുള്ളതിൽ മാത്രമേ സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ധാരണ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഒന്നാമത് പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ജനങ്ങൾക്ക് പൊതുവേ കോൺഗ്രസിന് വോട്ട് ചെയ്യാനായിരിക്കും താല്പര്യം. എങ്കിൽ പോലും ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. വടകര, കോഴിക്കോട്, കാസർഗോഡ്, പാലക്കാട്, പിന്നെ മധ്യ കേരളത്തിൽ ഒരു പരിധിവരെ തൃശ്ശൂർ, തെക്കൻ കേരളത്തിൽ ആറ്റിങ്ങലും കൊല്ലവും. ഇത്തരം മണ്ഡലങ്ങൾ തീർച്ചയായിട്ടും LDF സ്ഥാനാർത്ഥികൾ ജയിക്കേണ്ടതാണ്. പിന്നെ മാർജിനലായിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. 2 പേർക്കും ഏറെക്കുറെ തുല്യ സാധ്യതയുള്ള മാവേലിക്കര പോലെ ഉള്ള മണ്ഡലങ്ങൾ വേറെയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്തുകൊണ്ട് വിജയിക്കാൻ പറ്റിയില്ല എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതിൻ്റെ കാരണം അന്വേഷിച്ച് പോകുമ്പോൾ തീർച്ചയായിട്ടും കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്, കോൺഗ്രസിനാണ് വോട്ട് ചെയ്യാൻ ആളുകൾക്ക് താല്പര്യം എന്ന് പറയുമ്പോഴും ഈ ശക്തി കേന്ദ്രങ്ങളിൽ ജയിക്കാതെ പോയതിൻ്റെ ഒരു കാരണം, കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ UDF സ്ഥാനാർത്ഥിയായിട്ട് പ്രേമേന്ദ്രൻ മത്സരിക്കുന്നു. കോഴിക്കോട്ട് MK രാഘവൻ എന്ന് പറഞ്ഞാൽ അതിശക്തനായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. ഈ 2 ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ എന്തുകൊണ്ട് പരാജയമുണ്ടായി എന്ന് വെച്ചാൽ വടകരയിൽ ഏറ്റവും അധികം CPMകാരുള്ള, ഏറ്റവും അധികം ഇടതുപക്ഷക്കാരുള്ള പ്രദേശമാണ്. അവിടെ എന്തുകൊണ്ട് വലിയ പരാജയമുണ്ട്? 1,13,000 വോട്ടിന് ഇങ്ങനെ തോറ്റു. അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രമായ കാസർഗോട്ട് എങ്ങനെ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെ ഒരു സ്ഥാനാർത്ഥി 1,00,000 വോട്ടിന് ജയിച്ചു എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് LDFൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന വലിയ പാളിച്ചയാണ്. പ്രത്യേകിച്ച് CPMൻ്റെ സ്ഥാനാർത്ഥികൾ. ഇപ്പോൾ പല മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ വളരെ ദുർബലരായിരുന്നു. എറണാകുളത്ത് മത്സരിച്ച സ്ഥാനാർത്ഥി, അവരുടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ തന്നെ അറിയാം വലിയ പരാജയം ഉണ്ടാവും. ഏതൊരു സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം എത്ര എന്നുള്ളതിൽ മാത്രമേ തർക്കമുണ്ടായിരുന്നു. അത് 2,00,000 വോട്ടിന് തോക്കൂ, അതോ 2,50,000 വോട്ടിന് തോക്കൂ എന്ന ചോദ്യമേ ഉണ്ടായിരുന്നു. 2,50,000 ചെന്ന് അവസാനിച്ചു. ഏതാണ്ട് മലപ്പുറത്ത് മുഹമ്മദ് ബഷീറിനും പൊന്നാനിയിൽ സമദാനിക്കും കിട്ടിയ പോലത്തെ ഭൂരിപക്ഷമാണ് എറണാകുളത്ത് ഹൈബി ഇടന്ന് കിട്ടിയത്. ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ തൃപ്പൂണിത്തുറയിൽ വടക്കം പറവൂരും വരെ UDF സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിലെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുപോലെ മറ്റ് പല മണ്ഡലങ്ങളിൽ സംഭവിച്ചു. ഇപ്പോൾ പത്തനംതിട്ട, അവിടെ ന്യായമായിട്ട് നിർത്തിയാൽ ജയിക്കാവുന്ന പാർട്ടി നേതാക്കന്മാരുണ്ടായിരുന്നു. അവരെ ആരെയും പരിഗണിക്കാതെ തോമസ് ഐസക്കിനെ അവിടെ കെട്ടിയിറക്കിയതാണ് പരാജയത്തിൻ്റെ ഏറ്റവും വലിയ കാരണം. ഇങ്ങനെ പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ തീരെ മിസ്മാച്ചായിരുന്നു. ഇപ്പോൾ ചാലക്കുടി മണ്ഡലത്തിൽ ഒറ്റക്കേളുവിൽ പ്രൊഫസർ രവീന്ദ്രനാഥ് നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. എങ്കിൽ പോലും അദ്ദേഹത്തെക്കാൾ നല്ല സ്ഥാനാർത്ഥികളെ അവിടെ തീർച്ചയായിട്ടും CPMന് ഫീൽഡ് ചെയ്യാൻ കഴിയുമായിരുന്നു. സാമുദായികവും രാഷ്ട്രീയവുമായിട്ടുള്ള മറ്റ് പല ഘടകങ്ങളും സാഹചര്യങ്ങളും പരിഗണിച്ച് അതുണ്ടായില്ല. അപ്പോൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന വലിയ പാളിച്ച, വലിയ പോരായ്മ, അത് പരാജയത്തിന് ആക്കം കൂട്ടിയ ഒരു സംഭവമാണ്. പിന്നെ എല്ലാത്തിനുപരി സംസ്ഥാന സർക്കാരിനെതിരായ വലിയ വിപരീത വികാരം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് കോൺഗ്രസ്സുകാരുടെയും BJPക്കാരുടെ ഇടയിലുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഇടതുപക്ഷക്കാരുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ച് CPMകാരുടെ ഇടയിൽ, പാർട്ടി അനുഭാവികളുടെ, സഹയാത്രികരുടെ, കാലാകാലങ്ങളായിട്ട് പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു ജനവിഭാഗത്തെ കഴിഞ്ഞ 3 കൊല്ലത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ 8 കൊല്ലത്തെ ഭരണം അകറ്റി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ജനങ്ങൾ വലിയ പ്രതീക്ഷ കൊണ്ടാണ് 2021 ഇവർ വീണ്ടും വോട്ട് ചെയ്ത് അധികാരത്തിൽ കൊണ്ടുവന്നു. ആ പ്രതീക്ഷകൾ പാലിക്കുന്നതിൽ LDF വിജയിച്ചു. അതിൻ്റെ ഉത്തരം ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല, മുമ്പ് ഒരു കാലത്തും ഉണ്ടാക്കാത്ത രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ LDF സർക്കാരിന് മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഉയർന്നു വരികയാണ്. മാസപ്പടി വിവാദം വെറും വിവാദമല്ല, വെറും അപവാദമല്ല, വെറും ആരോപണമല്ല. പണം കൊടുത്തു, പണം വാങ്ങിയതിനൊക്കെ നിയമപരമായ രേഖകൾ തന്നെ ഉണ്ട്.
അതുപോലെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് പോലെയുള്ള സംഭവങ്ങൾ, സഹകരണ മേഖല, സാധാരണക്കാരുടെ ആശാകേന്ദ്രമായ സഹകരണ ബാങ്കുകൾ ചില തൽപര കക്ഷികൾ, അതും രാഷ്ട്രീയ ബന്ധമുള്ള ആളുകൾ കൊള്ളയടിച്ചു. അങ്ങനെ അവിടെ പണം നിക്ഷേപിച്ച ആളുകൾ പണം തിരികെ കിട്ടാൻ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അത് ഒരു വലിയ കറുത്ത പുള്ളിയായിട്ട് സർക്കാരിൻ്റെ മുഖത്ത് തെളിഞ്ഞു നിൽക്കും. അതുപോലെ കാർഷിക മേഖലയിലുള്ള തകർച്ച, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, അതിലുപരി ഈ പൊതുവിതരണ സംവിധാനത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ പരാജയം. അപ്പോൾ ഇങ്ങനെ ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിലുള്ള പലവിധ അപവാദങ്ങളും കിംവദന്തികളും അഴിമതി ആരോപണങ്ങളും ഈ സർക്കാരിൻ്റെ മേലുണ്ട്. പിന്നെ മന്ത്രിമാരുടെ പ്രാപ്തിക്കുറവ്. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പിന്നെ മിക്കവാറും ആളുകളൊക്കെ വളരെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മന്ത്രിമാരാണ്. കഴിവും പ്രാഗൽഭ്യമുള്ള ആളുകളെല്ലാം കരക്കിരിക്കുന്നു. ഒന്നുകിൽ അവർക്ക് മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ല, സീറ്റ് കിട്ടിയാൽ ജയിച്ചു വന്നവരെ തന്നെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയില്ല. ഇങ്ങനെ അപക്വരായ ഒരു യുവസംഘം, യുവസംഘം എന്ന് പറയാം, അല്ലെങ്കിൽ അപ്രാപ്തരായ ആളുകളുടെ ഒരു നിരയാണ് ഈ LDF സർക്കാർ. അതാണ് വേറെ കുഴപ്പം. പിന്നെ ഇതിനൊക്കെ പുറത്ത് ധൂർത്ത് അനാമത്തായിട്ടുള്ള പണച്ചെലവ്, അതൊരു വലിയ ഘടകമാണ്. നവകേരള സദസ്സ് നടത്തിയില്ലായിരുന്നെങ്കിൽ LDFന് 3, 4 അല്ലെങ്കിൽ 5, 6 സീറ്റുകൾ ജയിക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതില്ലാതാക്കിയത് ഇതുപോലുള്ള കെട്ടുകാഴ്ചകളാണ്. അത് മാനവീയ കേരളീയമാകാം, അല്ലെങ്കിൽ മുഖാമുഖമാകാം, അതും അല്ലെങ്കിൽ നവകേരള സദസ്സാകും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതിലുപരി ഈ SFIക്കാർ DYFIക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ, ഇപ്പോൾ ഗവർണർക്കെതിരായിട്ട് നടത്തിയ സമരം, അതല്ലെങ്കിൽ BCOമിന് തോറ്റ ആൾ MCOമിന് പഠിക്കുന്ന പോലെയുള്ള ഇതിനു മുമ്പ് കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങൾ, അതുപോലെ വിദ്യാഭ്യാസ മേഖലയുടെ ഓരോ ഘട്ടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഈ തെമ്മാടിത്തരം, തോന്നിവാസം, ഈ DYFIക്കാരുടെ ജീവൻ രക്ഷാപ്രവർത്തനം, ഇതുകൊണ്ടൊക്കെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് LDFകാർ തന്നെ LDFനെതിരായിട്ട് വോട്ട് ചെയ്യുന്നത്. CPMകാർ തന്നെ CPM സ്ഥാനാർത്ഥികൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ശരിയായ രീതിയിൽ അഭിസംബോധന ചെയ്യുന്നതിന് പകരം സാമ്രാജ്യത്വ വിരോധം അല്ലെങ്കിൽ പ്രാങ് മുതലാളിത്തം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കാനാണെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല. താത്വികവും ദാർശനികവും ആയ പലവിധത്തിലുള്ള വിശദീകരണങ്ങളിന് പുറകെ വരും എന്നുള്ള ഉറപ്പാണ്. പക്ഷേ സത്യത്തിൽ ജനങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം സർക്കാർ ജനങ്ങളെ വെറുപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. എന്ന് മാത്രമല്ല, ഇത് സാധാരണ ഇതിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാന വിഷയങ്ങൾ ചർച്ചയാവാറില്ല. ഇവിടെ ചർച്ചയായി. അതുകൊണ്ടാണ് LDFന് ഇതുപോലെ ഒരു ചരിത്ര പരാജയം ഏറ്റുവാങ്ങേണ്ടതായിട്ട് വന്നത്. അതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് കാലാകാലങ്ങളായിട്ട് CPMനും ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന അടിസ്ഥാന വർഗത്തിൽപ്പെട്ട കുറേ ആളുകൾ അവരുടെ വോട്ട് മാറ്റി ചെയ്തു. അതിൽ ഒരു ഭാഗം കോൺഗ്രസ്സിന് പോയി എന്ന് പറയുമ്പോൾ തന്നെ ഒട്ടും ചെറുതല്ലാത്തൊരു ഭാഗം BJPക്കും അവരുടെ മുന്നണിക്കും പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ, അതുപോലെ തന്നെ ആലപ്പുഴ മണ്ഡലത്തിലെ വോട്ടുകൾ പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, ഒരു ചെറുതല്ലാത്ത വിഭാഗം വോട്ടർമാർ തൃശ്ശൂർ മണ്ഡലത്തിൽ അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവരുണ്ട്, ഇടത്തരക്കാരുമുണ്ട്. അത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് വരെ ചോർന്നു പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് പൂർണ്ണമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ കഴിയുകയില്ല. അതും കൂടി ചേർത്ത് വായിച്ചാലേ ഈ വിശകലനം പൂർത്തിയാവുകയുള്ളൂ.